ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഉബൈദ് ആദിനാട്ട്. PSC എക്സാം ഹെൽപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന LDC പരീക്ഷയുടെ കാസർഗോഡ്, തൃശ്ശൂർ, പത്തനംതിട്ട ഇതിനകത്തുനിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻ ഇച്ചിരി ടൈറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നൊക്കെ വിദ്യാർത്ഥികൾ പലരും പല കമൻറ്റുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിത് വളരെ എളുപ്പം എങ്ങനെ ചെയ്യാൻ പറ്റും, അപ്പോൾ അതിനെക്കുറിച്ച് ആ ടൈറ്റായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ്റെ മാത്രം ഒരു വിശദീകരണം നമ്മളിവിടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പിന്നീട് ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു, വളരെ എളുപ്പമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, നമ്മൾ അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. x - 1/x = 1/2 ആയാൽ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 4x² + 1/x² വാല്യൂ എത്രയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങളെ ഞാൻ വേറെ 1-2 കാര്യം അതുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോവാം. 1-2 ഇക്വേഷൻസ് പറഞ്ഞുതരാൻ പോവാം. അത് വെച്ചിട്ട് PSC ചോദിച്ച 3 ക്വസ്റ്റ്യൻ ഞാനിവിടെ ചെയ്യിക്കും. ആ 3 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതെന്താണെന്ന്. എന്നതിന് ശേഷം ഇന്നലെ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നലെ നടന്ന ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലായിരുന്നു, വളരെ എളുപ്പമായിരുന്നു എന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ഇക്വേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകാം. ഫസ്റ്റ് ഇക്വേഷൻ x + 1/x = k ആയാൽ x + 1/x = k. ഈ കേക്ക് ഏത് വില വേണമെങ്കിലും സ്വീകരിക്കാം, എന്ത് വില വേണമെങ്കിലും ആവാം. കെ എന്ന് പറയുന്നത് കെയോ അല്ലെങ്കിൽ എയോ നിങ്ങൾക്ക് എന്ത് കൊടുക്കും, ഇവിടെ ഏത് വില വേലും കൊടുത്താലും നമ്മളുടെ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും. x² + 1/x² വില എത്ര എന്നായിരിക്കും ചോദിക്കുന്നത്. x² + 1/x² വില എത്രയാണ്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഈ പറയുന്ന കെ ഉണ്ടല്ലോ, അതിനെ സ്ക്വയർ അങ്ങ് എടുക്കും, കെയുടെ സ്ക്വയർ എടുക്കുക. ഇത്രയും ചെയ്യാമല്ലോ. ഓക്കെ, എന്നതിന് ശേഷം ഇതിവിടെ പ്ലസ് അല്ലേ, ഇത് സമത്തിനപ്പുറം പോകുമ്പോൾ നോർമൽ കേസിൽ മൈനസ് ആവുമെന്ന് നമുക്കൊരറിയാമല്ലോ. ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കും. ഇവിടെ ഒരു മൈനസ് കൊടുക്കുക. ഓക്കെ, കെയുടെ സ്ക്വയറെ മൈനസ് ഒരു 2 കൊടുക്കുക, k² - 2. ഇത്രയും ചെയ്യാമല്ലോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കാനും വേണ്ടി ഞാൻ ഇങ്ങനെ ഇത്രയും വിശദീകരിച്ചു വരുന്നത്. ഇത് A+B² എന്നൊക്കെ പറയുന്ന ഫോമൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യുന്ന സംഭവങ്ങളാണ്. നിങ്ങൾ അതിലേക്കൊന്നും പോകണ്ട, ഇത്രയും കാര്യം ആലോചിക്കുക. ഓക്കെ, എന്തുവാ k² - 2. ഓക്കെ, അപ്പോൾ നമുക്കിത് മറന്നു പോകാതിരിക്കാനും വേണ്ടി കെയുടെ സ്ക്വയർ എടുക്കുക. പ്ലസ് ആണോ മൈനസ് ആണോ എന്നറിയാൻ ഇവിടെ പ്ലസ് അല്ലേ, ഇത് സമത്തിനപ്പുറം പോകും മൈനസ് ആവുമെന്ന് ഓർക്കുക, ഒരു 2 കൊടുക്കുക. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്ത് ചോദിക്കാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ x - 1/x = k ആയാൽ x - 1/x = k ആയാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ x² + 1/x² വാല്യൂ നമ്മളോട് ചോദിച്ചാൽ x² + 1/x² വാല്യൂ നമ്മളോട് ചോദിച്ചാൽ ഇതേ k തന്നെ കൊടുക്കുക, കെയുടെ സ്ക്വയർ. ഈ മൈനസ് അപ്പുറത്ത് ഒരു ബന്ധമോടോ പ്ലസ് അല്ലേ, മൈനസ് സമത്തിനപ്പുറം പോകുമ്പോൾ പ്ലസ് ആവും, +2 എന്ന് എഴുതാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ x + 1/x = k ആയാൽ x² + 1/x = k² - 2 എന്നും, അതേപോലെ x - 1/x = k ആയാൽ k² + 1/x² = k² + 2 എന്നും. ഈ 2 ഇക്വേഷൻസ് ഓക്കെ ആണോ? ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോണം. x + 1/x = k ആണെങ്കിൽ ചോദിക്കുന്നത് x² + 1/x². ഇവിടെ സ്ക്വയർ ഉണ്ട്. x² എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, k² - 2 ആണ്. ക്ലിയർ ആണല്ലോ. അതേപോലെ നമ്മളോട് ചോദിക്കുന്നത് x - 1/x = k ആയാൽ x² + 1/x² വാല്യൂ എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്താ, k² + 2 ആണ്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം പഠിച്ചേ, ക്ലിയർ ആണേ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്യാൻ പോവാ. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, ഈ സംഭവങ്ങൾ വെച്ചുകൊണ്ട്, ഇക്വേഷൻസ് വെച്ചുകൊണ്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ x + 1/x = 4 ആയാൽ x² + 1/x² വാല്യൂ എത്ര? മനസ്സിലായോ? ഇപ്പം തന്നെ ഞാൻ നേരത്തെ ഇക്വേഷൻ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. ഒന്നുമില്ല, നേരത്തെ ഇവിടെ k അല്ലയോ കിടന്നേ, കെയുടെ ഭാഗത്താണ് എന്ത് കിടക്കുന്നത്, ഇപ്പോൾ 4 കിടക്കുന്നത്. ഞാൻ എന്തോ പറഞ്ഞത്, ഇങ്ങനെ വന്നാൽ ഈ ഇവിടെ പ്ലസ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്, k² -
2 ചെയ്യണമെന്നല്ലേ പറഞ്ഞേ? ഈ മൈനസ് എക്സ് അപ്പുറത്ത് വരുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് ആവുന്നല്ലേ, ഈ മൈനസ് സമത്തിനപ്പുറം പ്ലസ് ആവുന്നുള്ള ലോജിക്ക് ഉപയോഗിച്ചിട്ട് കെ സ്ക്വയർ മൈനസ് 2 ആവുന്നല്ലേ പറഞ്ഞത്? ഇവിടെ കെയുടെ വാല്യൂ ആയിട്ട് തന്നിരിക്കുന്നത് 4 അല്ലേ? കെയുടെ വാല്യൂ 4 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കെ സ്ക്വയർ മൈനസ് 2, കെയുടെ വാല്യൂ 4, 4ന്റെ സ്ക്വയർ മൈനസ് 2, 4ന്റെ സ്ക്വയർ എത്ര? 16, 16 മൈനസ് 2 സമയത്ത് കിട്ടി 14. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. ഇതാണ് നമ്മുടെ ആൻസർ 14. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോണം. ഇവിടെ എക്സ് പ്ലസ് 1/x = 4 ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെ തരുന്ന സംഖ്യ ഏതാണോ അതിന്റെ സ്ക്വയർ എടുക്കുക. ഇവിടെ കിടക്കുന്ന സംഖ്യ ഏതാണോ അതിന്റെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്തു 16. ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കുക. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കുക. ഇവിടെ പ്ലസ് ആണ്. പ്ലസ് ആയതുകൊണ്ട് നമ്മളിവിടെ ഒരു മൈനസ് കൊടുക്കുക, 2 കുറയ്ക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് 1/x = 8 ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² വില എത്ര? ചെയ്തോ? നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ചെയ്തു. നിങ്ങളിപ്പോൾ ആൻസർ ചെയ്തിട്ട് കാണും. ഓക്കെ, എങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കോ. ഓക്കെ, ഇവിടെ നമ്മൾ കെയുടെ സ്ഥാനത്ത് ഏത് വാല്യൂ കിടക്കുന്നേ? നോക്കിയേ, കെയുടെ സ്ഥാനത്ത് ഏത് വാല്യൂ? 8 ആണ് കിടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കെയുടെ വാല്യൂ ഇവിടെ 8 ആണ്. പറ, കെയുടെ വാല്യൂ 8 എന്നാൽ കെ സ്ക്വയർ മൈനസോ പ്ലസോ? പറ, മൈനസോ പ്ലസോ? ഇവിടെ എന്താണ് കിടക്കുന്നത്? പ്ലസ് അല്ലയോടോ? സമത്തിനപ്പുറം പോകുമ്പോൾ മൈനസ് ആവുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുക. -2. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, കെയുടെ വാല്യൂ 8, 8ന്റെ സ്ക്വയർ -2. 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64. 64 - 2 = 62 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. എത്ര ഇട്ടോടോ? 62. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ നേരത്തെ പറഞ്ഞത് രണ്ടെണ്ണവും എന്താണ്? ഇക്വേഷൻസ്, 2 ഇക്വേഷൻസ് പറഞ്ഞു. അതിൽ ആദ്യത്തെ ഇക്വേഷൻ വെച്ചുള്ള 2 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച് എക്സ് മൈനസ് 1/x = 10 ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² വില എത്ര? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ആൻസർ കിട്ടി കാണും. ഞാൻ പറഞ്ഞ ഇക്വേഷൻ അറിയാവുന്നവർ അതിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കാണും. ഇവിടെ കെ എന്ന് പറയുന്ന വാല്യൂ അതിൻ്റെ അടുത്ത് കിടക്കുന്നത് 10 ആണ്. കെയുടെ അടുത്ത് കിടക്കുന്നത് 10 ആണ്. അപ്പോൾ നമ്മൾ എന്തെടുത്തു? കെയുടെ വാല്യൂ 10 എന്ന് കൊടുത്തു. ക്ലിയർ? ഓക്കെ, ഇനി എന്താണ്? നമ്മളിവിടെ നേരത്തെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം ഇത് ഇക്വേഷൻ എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞേ? കെ സ്ക്വയർ. ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ സൈൻ ഏതാണെന്ന് നോക്കിയാൽ, ഇത് മൈനസ് ആണെങ്കിൽ നമ്മൾ ചുമ്മാ ചിന്തിക്കുക, സമത്തിനപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? പ്ലസ് ആവുമെന്ന് മാത്രം ചിന്തിക്കുക. ഓക്കെ, ഇവിടെ പ്ലസ് കൊടുത്തു, +2 എന്ന് കൊടുത്തു. +2. ഈ കൺസെപ്റ്റ് ഒക്കെ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസിന് 2 മോഡൽസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇനി ഇതിന് വേറെ മോഡൽസുകളുണ്ട്. എക്സ് പ്ലസ് 1/x = k ആയാൽ x³ + 1/x³ എന്നും അല്ലെങ്കിൽ x⁴ + 1/x⁴ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഈ 2 മോഡലിൻ്റെ കേസാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. നമ്മൾ ഇതിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഇത്രയും കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? കെയുടെ വാല്യൂ 10. അപ്പോൾ നിങ്ങൾ നോക്കിയേ, k² + 2 ആണല്ലോ. ഓക്കെ, അപ്പോൾ 10ന്റെ സ്ക്വയർ + 2. 10ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 100. 100 + 2 സമയത്ത് കിട്ടിയോ? 102. ഇത്രയേ ഉള്ളൂ ആൻസർ. അതാണ് നമ്മുടെ ആൻസർ കിട്ടി. ഇനി നോക്കിയേ, ഞാൻ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു ഇന്നലെ ചോദിച്ചതെന്നും ഇത് എത്ര എളുപ്പമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ, ഇന്നലത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഇതാ നോക്കിക്കോ. എക്സ് മൈനസ് 1/x = 1/2 ആയാൽ x ≠ 0 എന്തായിരിക്കും 4x² + 4 / x² വില? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ പറയും, നേരത്തെ പറഞ്ഞതിനകത്ത് ഇങ്ങനെ ഇവിടെ എല്ലാം 1 അല്ലായിരുന്നോ? ഇവിടെ 4 ഇല്ലല്ലോ, ഇവിടെ ഇപ്പോൾ 4 ആണല്ലോ വന്നേക്കുന്നത് എന്നൊക്കെ ഒരു സംശയം തോന്നും. ഞാൻ ചുമ്മാ അത് ചോദിച്ചോട്ടെ, ഇതിന് 4 ഇല്ല എന്ന് വിചാരിച്ചു. ഇവിടെയും 4 ഇല്ല, ഇവിടെയും 4 ഇല്ല. അപ്പോൾ ഇതെങ്ങനെ വരും? നമുക്കിത് എങ്ങനെ എഴുതാം? ഞാൻ ചുമ്മാ ഒന്ന് പറയാം. x² + 1/x² എന്നല്ല വരത്തുള്ളൂ. ഈ 4 ഇവിടെ ഇല്ല. ക്ലിയർ? 4 ഇവിടെ ഇല്ല. നമ്മൾ 4 ഇട്ട് ചെയ്യും. ഓക്കെ, 4 ഇല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? നമ്മൾ എന്താ ഇവിടെ കെയുടെ ഭാഗത്ത് എന്തോ കിടക്കുന്നത് 1/2 അല്ലയോ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇതായിരുന്നല്ലോ,
കെ സ്ക്വയർ ഇവിടെ മൈനസ് ആണ്, ഇപ്പുറത്ത് പ്ലസ് 2 എന്ന് വരും. കെ സ്ക്വയർ പ്ലസ് 2. അപ്പോൾ ഇവിടെ എന്താണ് ഈ കെയുടെ ഭാഗത്ത് 1/2 1/2ന്റെ സ്ക്വയർ പ്ലസ് 2. ഓക്കെ, ക്ലിയർ. അപ്പോൾ എന്താ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4 പ്ലസ് 2. 1/4 എന്ന് വെച്ചാൽ കാൽ പ്ലസ് 2. 2ന്റെ കൂടെ 4 കൂട്ടിയാൽ 2.25 എന്ന് കിട്ടത്തില്ലേ? 2ന്റെ കൂടെ 4 കൂട്ടിയാൽ 2.25 നീട്ടും. ഓക്കെ, 2.25. ഈ 2.25 നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി കിടക്കുവാണ്. ഇനി ഇങ്ങോട്ട് മാറ്റാം, ഇംപ്രോപ്പറിലേക്ക് മാറ്റിക്കൂടായോ? ഇംപ്രോപ്പറിലേക്ക് എന്ന് വെച്ചാൽ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാം. അതെങ്ങനെ മാറ്റുന്നേ? ആദ്യം ഇത് തമ്മിൽ ഗുണിക്കുക. 24 8, ഈ എൻ്റെ കൂടെ 1 കൂട്ടുക. 24 8 1 9 9/4 എന്ന് കിട്ടത്തില്ലേ? 9/4 കിട്ടുമോ? ഞാൻ പറയുക, നമ്മൾ ഈ 4 ഇല്ലാതെ വരുന്ന കേസ് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഈ 4 ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഏതിന്റെ വാല്യൂ? ഈ പറയുന്ന x² + 1/x²ന്റെ വാല്യൂ. ഉത്തരം എടുത്ത് ഇങ്ങോട്ട് എഴുതുക. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 4/9 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്തെടുത്ത് എഴുതുക? ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതും. ഓക്കെ, 4x² + 4/x². ഈ പ്ലസിന് ഇപ്പുറത്തൊരു 4 കിടപ്പില്ലേ? ഇല്ലയോ? ഈ പ്ലസിന് ഇപ്പുറത്തൊരു 4 കിടപ്പില്ലയോ? പ്ലസിന് അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 4 കോമൺ ആയിട്ട് എടുക്കാം. രണ്ടിടത്തുനിന്നോ, പ്ലസിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നോ മൈനസിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നോ 4 കോമൺ ആയിട്ട് എടുക്കാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 4 കോമൺ എടുക്കുക. ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതുവഴി ഇതെങ്ങനെ ചെയ്ത് കയറാം എന്നുള്ള വെച്ചിട്ട് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വെച്ച് തന്നെ ആദ്യം ചെയ്ത് കാണിക്കാമായിരുന്നു. അപ്പം നേരത്തെ ഞാനൊരു കാര്യം നിങ്ങളെ പഠിപ്പിച്ചു, അത് വെച്ച് നമ്മളൊരു കാര്യം ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് അങ്ങനെ എത്താം, അതിനാണ് ഞാൻ പറയുന്നത്. ഓക്കെ ആണേ? യെസ്. താണ്ടെ ഇവിടെ നിന്ന് രണ്ടിടത്തുനിന്ന് കോമൺ ആയിട്ട് ഒരു 4 ഇഞ്ഞ് വെളിയിലെടുത്തു. ഇവിടെ 4 പോയാൽ ഈ 4ന്റെ കൂടെ എന്തെങ്കിലും ഗുണിച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കിയേക്കണം. ആ അടക്കുന്ന ഒരു x² കൊടുത്തിട്ടുണ്ട്, ആ x² അങ്ങ് കൊടുക്കാം. പ്ലസ് ഇവിടെ നിന്നൊരു 4 പോയാൽ അവിടെ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. അവിടെ ഒന്നുമില്ല. നോക്കിയപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു 1 എന്ന് കൊടുത്തേക്കാം. 1. ക്ലിയർ? കാര്യം ഒന്നുമില്ലെങ്കിൽ 1 കൊടുക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കും. ഇവിടെ x² ഉണ്ടാണ്ട് x² കൊടുത്തു, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 കൊടുത്തു. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു? ഒരു x² കൊടുത്തു. ക്ലിയർ? നിങ്ങൾ നോക്കിയേ, 4 × x² + 1/x² എന്നല്ലേ കിടക്കുന്നേ? അല്ലയോടാ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? 4 × x² + 1/x² എന്ന് നടക്കുന്നത്. ഈ ഉത്തരം അല്ലേ നമ്മളതായി കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? ഈ ഉത്തരം അല്ലേ കിടക്കുന്നത്? x² + 1/x² = 4/9 എന്നല്ലേ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? എങ്കിൽ ഇത് മാറ്റിയിട്ട് ഈ വിലയല്ലയോ ഇതായി കിടക്കുന്നത്? നമ്മൾ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാം? ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ വില എടുത്തു കൊടുക്കാം. അപ്പോൾ എന്താ ആൻസർ എന്ന് വെച്ചാൽ 4 × ഓക്കെ ആണല്ലോ? 4 × ഇതിൻ്റെ വാല്യൂ അങ്ങ് മാറ്റുമോ? ഈ വില അങ്ങ് മാറ്റുമോ? ഈ വില മാറ്റിയിട്ട് പകരം ഇതിന് തുല്യമായിട്ടുള്ള വിലയായ 9/4 അങ്ങ് കൊടുത്തു. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ ഇൻറ്റു എന്നർത്ഥം. ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ ഇൻറ്റു. ആ ബ്രാക്കറ്റ് മാറ്റിയിട്ട് നമ്മൾ ഇൻറ്റു കൊടുത്തു. ഓക്കെ, ഈ 4 കൂടെ അങ്ങ് വെട്ടിക്കൂടായോ? ഇത് ഹരിച്ചേക്കോ, ഇത് ഗുണിച്ചേക്കോ? വെട്ടിക്കൂടായോ? വെട്ടി. ഇനി എന്തുള്ളൂ? 9 മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൻസർ 9. മനസ്സിലായോ? നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം വെച്ചിട്ട് ഇതിലേക്ക് വരിക. ഇപ്പം ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് എന്ത് മാത്രമേ വന്നോളൂ? 2 4 മാത്രമാണ് വന്നേക്കുന്നത്. ആ 4 നമ്മൾ കോമൺ എടുത്താൽ നമ്മുടെ പഴയ ഇക്വേഷൻ തന്നെ കിടക്കുന്നത്. അത് വെച്ച് നമ്മൾ ഇത് ചെയ്തു. ഇത് ചെയ്യാൻ എന്താ പാട്? ഇതൊന്നും ചെയ്യാനൊന്നുമില്ല. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ വിശദമായിട്ടുള്ള ഒരു കാര്യം, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മോഡൽസ് ഉണ്ട്. നമ്മളൊരു വിശദമായിട്ട് ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം. അപ്പം ഇന്നലെ കുറച്ച് പേർക്ക് ഒരു സംശയം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനിത് ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ 2 എണ്ണം ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിലേക്ക് പോകാം. ഓക്കെ, യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതും പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് കുട്ടികൾ പറഞ്ഞത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. k + 1/k - 2 = 0. k > 0. k 0 വലുത് ആയാൽ k⁻9 + 1/k⁻9 - 2 വിൻ്റെ വില എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, യെസ്. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കിത് 2 രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഇതിഞ്ഞെടുക്കും. ഈ സംഖ്യ ഇതിഞ്ഞെടുക്കുക. k + 1/k
-2 = 0. ഒന്ന് ഇങ്ങനെ തന്നെ എഴുതാം, ഇല്ല എങ്കിൽ ഈ -2 നമുക്ക് അങ്ങ് അപ്പുറത്തോട്ടുണ്ടോ? -2 അപ്പുറത്തോട്ടുണ്ടോ? -2 അപ്പുറത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ മറ്റൊരു രീതിയാണ് ഞാൻ പറയുന്നത്. k + 1/k = ഈ -2 സമത്തിനപ്പുറം പോകുമ്പോൾ +2 ആവും. എന്ന് വെച്ചാൽ ഇങ്ങനെ 2 + 0 എന്ന് 2 + 0 എന്ന് വെച്ചാൽ 2 ആവും. ഒന്ന് ഇങ്ങനെ ചെയ്യാം, അല്ലെ ഇങ്ങനെ ചെയ്യാം. ഈ രണ്ട് രീതി എഴുതാം. ഇങ്ങനാണ് ചെയ്യുന്നതെങ്കിൽ കെയ്ക്ക് ഏത് വില കൊടുത്തതിന് ശേഷം ആ കെയുടെ വില 2 കൊടുത്ത് ഇവിടെ സോൾവ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് 2 കുറച്ചാൽ 0 കിട്ടണം. ഇങ്ങനെ ചെയ്താൽ കെയ്ക്ക് വില കൊടുത്തിട്ട് ഈ കെയ്ക്ക് നമ്മൾ ഏത് വിലയാണോ കൊടുക്കുന്നത് ആ വിലകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 2 കിട്ടണം. ഇതാണ് ചോദ്യം. നമുക്ക് ഒരു നോർമൽ കേസിൽ ചുമ്മാ എന്ന് പറയോ, കെയ്ക്ക് ഞാൻ 2 എന്നുള്ള വില കൊടുത്തു, 2. ഇപ്പം ഇത് കെ 2 ആയി. ചുമ്മാ നോക്കാം, 2 പ്ലസ് ഇവിടെ 1/2 -2 = 0 കിട്ടണമെന്നാണ് നമ്മളോട് പറയുന്നത്. 2 + 1/2 2.5 അല്ലയോ, 2.5 -2 2.5 ന്ന് 2 കുറച്ചാൽ 0 ആണോ കിട്ടുന്നത്? 2 കുറച്ചാൽ 0 ആണോ കിട്ടുന്നത്? അരയല്ലയോ കിട്ടുന്നത്? അല്ലയോ? ഇവിടെ കൊടുത്തേ, ഇവിടെ 2 + 1/2 2.5. ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കെയുടെ വാല്യൂ 2 + 1/2 2 + 1/2 2.5. നമുക്ക് 2 കിട്ടുള്ളൂ, പക്ഷെ ഇവിടെ 2.5 കിട്ടുന്നത്. അപ്പോൾ കെയുടെ വില 2 അല്ലല്ലോ. ഓക്കെ, ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കെയുടെ വില നമുക്ക് കൊടുക്കാം. ഓക്കെ, കെയുടെ വില 1 എന്ന് കൊടുക്കണം. കെയുടെ വില 1. കെയുടെ വില ഞാൻ 1 കൊടുത്താൽ 1 + 1/1 ഈ കെയുടെ വില 1 -2 = 0. ഓക്കെ, 1 + 1 1 ചേർച്ചാൽ 1 തന്നെ കിട്ടും. -2 = 0. അപ്പോൾ 1 + 1 2 2 - 2 = 0. 2 ഇത് 2 കുറച്ചാൽ 0 അല്ലേ? അപ്പോൾ കെയുടെ വില ഇവിടെ 0 കിട്ടണമെങ്കിൽ കെയുടെ വില എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അല്ലെ ഇവിടെ നോക്കാം, കെക്ക് ഞാൻ 1 എടുത്തു. 1 + 1/1 = 2. 1 + 1 1 ചേർച്ചാൽ 1 = 2. 1 + 1 എത്ര? 2 = 2. കണ്ടോ, ഈക്വലായി. അപ്പുറം ഇപ്പുറം ഈക്വലായി. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, കെയുടെ വില എന്താണ്? 1 ആണ്. 1 ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോണം, ഒരു സംഖ്യയും അതിൻ്റെ വിൽക്രമവും കൂടെ കൂട്ടുമ്പോൾ, ഒരു സംഖ്യയും അതിൻ്റെ വിൽക്രമവും കൂടെ, വിൽക്രമം റെസിപ്രോക്കൽ ഇതാണ്, കൂട്ടുമ്പോൾ 2 കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംഖ്യയും അതിൻ്റെ വിൽക്രമോടെ കൂട്ടുമ്പോൾ 2 കിട്ടണമെങ്കിൽ ആ സംഖ്യ 1 ആയിരിക്കണം. 1 മാത്രമേ വരത്തുള്ളൂ, വേറൊരു സംഖ്യയും വരത്തില്ല. കാണാതെ വേണമെങ്കിൽ പിടിച്ചു വെച്ചോ, വരത്തില്ല. ഇനി ഒരു സംഖ്യയും അതിൻ്റെ വിൽക്രമത്തിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 0 കിട്ടണമെങ്കിലും ആ സംഖ്യ 1 ആയിരിക്കണം. ഒരു സംഖ്യയും അതിൻ്റെ വിൽക്രമത്തിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 0 കിട്ടണമെങ്കിലും ആ സംഖ്യ എന്തെന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അല്ല ആ സംഖ്യ 1 ആണ് എങ്കിൽ മാത്രമേ നമുക്ക് 0 കിട്ടത്തുള്ളൂ. ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ 1 ആയാൽ മാത്രമേ ഈ പറഞ്ഞ 2 കണ്ടീഷന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ 2 രീതി ചെയ്ത് കാണിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് തന്നെയാണ് k⁻29 + 1/k⁻29 - 2. കെയുടെ വാല്യൂ നമ്മൾ 1 കൊടുത്ത് കഴിഞ്ഞിവിടെ. കെയുടെ വാല്യൂ 1 കൊടുത്തപ്പോഴാണ് നമുക്ക് ഈ ഉത്തരം കിട്ടിയത്. ഇല്ല, ഇവിടെ കെയുടെ വാല്യൂ 1 കൊടുത്തപ്പോഴാണ് നമുക്ക് ഈ ഉത്തരം കിട്ടിയത്. കെക്ക് നമ്മൾ ഇവിടെ 1 രണ്ടിടത്ത് 1 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കെയുടെ വില കിട്ടി. കെയുടെ അടുത്ത് നമ്മൾ 1 കൊടുത്തു. 1/29 പ്ലസ് 1/1/29 - 2. ഓക്കെ, 1ന് 29 പ്രാവശ്യമില്ല, 1 ലക്ഷമില്ല, 1 കോടി പ്രാവശ്യം എഴുതി ഗുണിച്ചാലും 1 തന്നെ കിട്ടത്തുള്ളൂ. പ്ലസ് 1/1/29 1 × 1 എത്ര പ്രാവശ്യം എഴുതി ഗുണിച്ചാലും 1 × 1 തന്നെ. അപ്പോൾ ഇവിടെ എത്ര വരത്തുള്ളൂ? 1 - 2. ഓക്കെ, 1 പ്ലസ് 1ന് 1 ചേർച്ചാൽ 1 - 2. 1 ഒന്നുകൂടെ കൂടുമ്പോൾ എത്ര കിട്ടും? 2. 1 ഒന്നുകൂടെ കൂടുമ്പോൾ 2 2 - 2 2 - 2 2 ഇത് 2 കുറച്ച് എന്ത് കിട്ടും? 0. 2 ഇത് 2 കുറച്ചാൽ 0. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ആൻസർ 0 ആണ്.
നമ്മുടെ ആൻസർ 0 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പലരും ഒരുപാട് സംശയം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പേര് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ വേറൊരു മോഡൽ ക്വസ്റ്റ്യനാണ്. ഇന്നലെ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ്റെ വേറൊരു മോഡൽ നമുക്ക് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദത്തിൻ്റെ 5 മടങ്ങ് അതിൻ്റെ തന്നെ 10ാം പദത്തിൻ്റെ 10 മടങ്ങിന് തുല്യമാണ് എങ്കിൽ ശ്രേണിയുടെ 15ാം പദം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ ഒരൊറ്റ സെക്കൻഡ് ആൻസർ കിട്ടും. ഒരൊറ്റ സെക്കൻഡ് കാണാതെ പഠിച്ചു വെച്ചാലും മതി, ആൻസർ കിട്ടും. ഞാനത് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ സത്യമാണോ എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാം. തെളിയിച്ചതിന് ശേഷം നമുക്ക് പോകാം. നമ്മൾ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 1ാം പദം എ ആണ്. ഒരു സമാന്തര ശ്രേണിയുടെ 1ാം പദം എ എന്ന ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസിനെ ഡി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡി എന്ന ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു സമാന്തര ശ്രേണിയുടെ 1ാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം ഒരു വട്ടം കൂട്ടിയാൽ 2ാമത്തെ പദം കിട്ടും. മനസ്സിലായല്ലോ? ഒരു സമാന്തര ശ്രേണിയുടെ 1ാമത്തെ പദമായ എയുടെ കൂടെ പൊതുവ്യത്യാസം ഒരു വട്ടം കൂട്ടിയാൽ കിട്ടുന്നത് 2ാം പദമാണ്. ക്ലിയർ? ക്ലിയർ? ഇനി ഒരു സമാന്തര ശ്രേണിയുടെ 1ാം പദത്തിലൂടെ പൊതുവ്യത്യാസം 2 വട്ടം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 3ാം പദമാണ്. 3ാം പദം. അടുത്തത്, ഒരു സമാന്തര ശ്രേണിയുടെ 1ാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം 3 വട്ടം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 4ാം പദമാണ്. 4ാം പദം. ഓക്കെ, ഒരു സമാന്തര ശ്രേണിയുടെ 1ാം പദത്തിലൂടെ പൊതുവ്യത്യാസം 4 വട്ടം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 5ാം പദമാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ 1ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം ഒരു വട്ടം കൂട്ടിയാൽ 2ാം പദം, 2 വട്ടം കൂട്ടിയാൽ 3ാം പദം, 3 വട്ടം കൂട്ടിയാൽ 4ാം പദം, 10 വട്ടം കൂട്ടിയാൽ 11ാം പദം. മനസ്സിലായോ? ഇതൊരു സെറ്റപ്പ്. ഈ രീതിയിലാണ് അത് പോകുന്നത്. എങ്കിൽ നമ്മളോട് ഒരു പറയുന്ന കാര്യം ഇതാണ്, ഒരു സമാന്തര ശ്രേണിയുടെ ഓക്കെ നമുക്ക് വേണ്ടേ ചെയ്തു നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം എന്ന് വെച്ചാൽ 1ാമത്തെ പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം 4 വട്ടം കൂട്ടിയാൽ മതി. 4 വട്ടം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യണ്ട, ഷോർട്ട് കട്ട് ഉണ്ട്, പറഞ്ഞു തരാം. പക്ഷെ കാര്യം ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാൻ വേണ്ടി ഞാൻ കണക്ക് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, 1ാം പദത്തിൻ്റെ പൊതുവ്യത്യാസം 4 വട്ടം കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 5ാം പദം. അതിൻ്റെ 5 മടങ്ങ് എന്ന് വെച്ചാൽ 5 കൊണ്ട് ഗുണിക്കണം. 5 മടങ്ങും. അതേപോലെ തന്നെ ആ സമാന്തര ശ്രേണിയുടെ 10ാം പദം എന്തോന്നാ? 1ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 9 പ്രാവശ്യം കൂട്ടണം. 9 ഡി, 9 വട്ടം കൂട്ടണം. ഈ 10ാം പദത്തിൻ്റെ 10 മടങ്ങ് തുല്യമാണ്. അപ്പോൾ 1ാം പദം, ഒരു സമാന്തര ശ്രേണിയുടെ 1ാം പദത്തിൻ്റെ കൂടെ 5ാം പദത്തിൻ്റെ 5 മടങ്ങും ആ സമാന്തര ശ്രേണിയുടെ തന്നെ 10ാം പദത്തിൻ്റെ 10 മടങ്ങും എന്താണ്? തുല്യമായിട്ട് സമം കൊടുത്തു. ഓക്കെ, ക്ലിയർ? നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്തെടുക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് പൊളിക്കണമെങ്കിൽ ബ്രാക്കറ്റിന് വെളിയിൽ കിടക്കുന്ന 5 അകത്തേറ്റ് ഗുണിക്കണം. 5 ഗുണം എ 5a പ്ലസ് 5 ഗുണം 4d. 5 ഗുണം 4 എന്ന് വെച്ചാൽ 20 ആണ്. 20 ഗുണം d 20d ഈക്വൽ ടു 10 ഗുണം എ 10a പ്ലസ് 10 ഗുണം 9 90d. ഓക്കെ ആണ്ടേ, ഇത്ര എത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എ എല്ലാം ഒരു സൈഡിലാക്കണം, ഡി എല്ലാം ഒരു സൈഡിലാക്കണം. അപ്പം നമുക്ക് ചെയ്യാം, ഈ എ അപ്പുറത്തോട്ടും കൊണ്ടുപോകാം, ഡി ഇപ്പുറത്തോട്ടും കൊണ്ടുവരാം. അപ്പം എന്തുവാ? 20d. ഈ പ്ലസ് 90d സമത്തിനിപ്പുറം വരുമ്പോൾ -90d ആവും. -90d ഈക്വൽ ടു ഇവിടെ ഒരു 10a കിടപ്പുണ്ട്. 10a പ്ലസ് 5a സമത്തിനപ്പുറം പോകുമ്പോൾ -5a. ഓക്കെ, ഇപ്പോൾ എ എല്ലാ സൈഡിലായി, ഡി എല്ലാം ആയി. ഇനി 20d നിന്ന് 90d കുറയ്ക്കണം. 90ൽ നിന്ന് 20 കുറച്ചാൽ നമുക്ക് 70 വരേണ്ടത്. പക്ഷേ 20ൽ നിന്ന് 90 കുറച്ചാൽ -70 വരുന്നത്. -70. ഇവിടുത്തെ ഡി എന്ന് പറയുന്നത് ഡി കൊടുത്തു എന്ന് വെച്ചാൽ 20d നിന്ന് 90d കുറച്ചാൽ -70d എന്ന് കിട്ടും. -70d ഈക്വൽ ടു 10aയിൽ നിന്ന് 5a കുറച്ചാൽ 5a. ഓക്കെ ആണേ? ഓക്കെ,
നമുക്കിവിടെ എ വേണം. എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദമായ എ വേണം. എ വേണമെങ്കിൽ ഈ 5 എന്ത് ചെയ്തേക്കുക, ഇവിടെ ഗുണിച്ചേക്കുക, ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. അപ്പോൾ എന്തുവാ, -70D ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു എ. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, എയുടെ വാല്യൂ അങ്ങ് എഴുതാം. എയുടെ വാല്യൂ എ എന്ന് പറയുന്നത് 70നെ 5 വെച്ചിരിക്കുക, 14 5 അല്ലയോ 70, 70നെ 5 വെച്ചിരിക്കുമ്പോൾ 14 ഇടും, 14 5 അല്ലയോ 70, 14. ഇനി എന്തുകൊണ്ട് ഇവിടെ ഡി ഉണ്ട്, 14D എന്ന് കിട്ടും. പക്ഷേ ഇവിടെ ഒരു മൈനസ് ആണ്, ഇവിടെ താഴെ പ്ലസ് ആണ്. പ്ലസിനെ മൈനസ് കൊണ്ട് ഹരിച്ചാൽ, അല്ലെ മൈനസും പ്ലസും തമ്മിൽ ഹരിച്ചാൽ മൈനസ് എന്ന് കിട്ടും. എയുടെ വാല്യൂ -14D, അത്രേ ഉള്ളൂ. എയുടെ വാല്യൂ -14D. നമുക്കിതൊക്കെ ചെയ്തുകൂടാ? ഓക്കെ, ഇനി എ സമം -14D. നമ്മളോട് ചോദിക്കുന്നു 15ാം പദം എത്ര. 15ാം പദം ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് വെച്ച്, നേരത്തെ ഒരു കൺസെപ്റ്റ് പറഞ്ഞനുസരിച്ച് ഒന്നാമത്തെ പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം 14 വട്ടം കൂട്ടുന്നതാണ് 15ാം പദം. ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 14 വട്ടം കൂട്ടുന്നതാണ് 15ാം പദം. അപ്പോൾ ഒന്നാം പദം എ ആണെങ്കിൽ അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം എത്ര കൂട്ടണം, 14 വട്ടം കൂട്ടുമ്പോഴാണ് 15ാം പദം കിട്ടുന്നത്. 15ാം പദം ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 15 വട്ടം കൂട്ടണം, 14 വട്ടം കൂട്ടണം, അതാണ് 15ാം പദം. അപ്പോൾ എയുടെ കൂടെ 14D കൂട്ടുന്നതാണ് 15ാം പദം. എയുടെ വില നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുക. എയുടെ വില നടക്കുന്നത് -14D എന്ന് നടക്കുന്നത്. എങ്കിൽ എ അങ്ങ് മാറ്റുക. എ മാറ്റിയിട്ട് ഈ വില നമ്മളങ്ങ് കൊടുക്കാൻ പോകും. എ മാറ്റിയിട്ട് ഈ വില എടുത്ത് കൊടുക്കാൻ പോകും. എ മാറ്റി പകരം എന്തെടുത്തു, -14D പ്ലസ് ഇപ്പുറത്തൊന്നുണ്ട് +14D കിടപ്പുണ്ട്. ഇത് -14D, ഇത് +14D. പ്ലസും മൈനസും കൂടെ കൂട്ടിയാൽ 0. ഒരേ സംഖ്യയും വ്യത്യസ്ത ചിഹ്നമാണ്. ഇവിടെ രണ്ടിടത്തും സംഖ്യ 14D തന്നെ, 14D. വ്യത്യസ്ത ചിഹ്നം, ഒന്ന് മൈനസ് ഒന്ന് പ്ലസ്, കൂട്ടുമ്പോൾ 0. ഇതാണ് നമ്മളുടെ ആൻസർ, 0. ഇത് നമ്മുടെ ആൻസർ. നമ്മൾ ഇത്രയും ചെയ്യണം. നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്ത് സമയം കളയരുത്. ഇത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്രയൊന്നും ചെയ്ത് സമയം കളയരുത്. നിങ്ങളോട് പറയുന്നു ഒരു സംഖ്യയുടെ, ശ്രദ്ധിച്ചോണം, ഒരു സംഖ്യയുടെ, ഇവിടെ പറയുന്ന സംഖ്യ അഞ്ചാം പദം, ഒരു സംഖ്യയുടെ 5ാം പദത്തിന്റെ 5 മടങ്ങും, 5ാം പദത്തിന്റെ 5 മടങ്ങും, 10ാം പദത്തിന്റെ 10 മടങ്ങും, 10ാം പദത്തിന്റെ 10 മടങ്ങും, 5ാം പദത്തിന്റെ 5 മടങ്ങും, 10ാം പദത്തിന്റെ 10 മടങ്ങും. മനസ്സിലായോ? പദവും മടങ്ങും തുല്യമായിരിക്കണം. പദം എന്ന് പറയുന്നത് 5ാം പദം, മടങ്ങും 5 തന്നെ. പദം 10, മടങ്ങ് 10. പദവും തുല്യം, മടങ്ങും തുല്യം. അതേപോലെ തന്നെ ഇപ്പുറത്തെ അടുത്ത പദവും തുല്യം, മടങ്ങും തുല്യം. അവ തമ്മിൽ തുല്യമാണെന്ന് നിങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ 5ാം പദത്തിന്റെ 5 മടങ്ങും 10ാം പദത്തിന്റെ 10 മടങ്ങും തുല്യമാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംഖ്യയിൽ ഏതൊക്കെയാ? 5ാം പദവും ഇവിടെ പറയുന്നത് എത്ര? 10ാം പദത്തോടെ കൂട്ടുമ്പോൾ കിട്ടുന്നില്ലയോ 15. ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടുന്ന 5ാം പദവും 10ാം പദത്തോടെ കൂട്ടുന്നില്ലയോ 15. 5ഉം 10ഓട് കൂടുമ്പോൾ 15 കിട്ടുന്നേ. ആ 15ാം പദം എത്രയാണെന്നല്ലയോ നമ്മളോട് ചോദിച്ചേക്കുന്നേ. എന്ന് വെച്ചാൽ 5ഉം ആ 10 ആ പറയുന്ന പദങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ എത്രയാണോ അത്രാമത്തെ പദം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ 5ഉം 10ഓട് കൂടുമ്പോൾ 15, ആ 15ാം പദം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, കാണാതെ പഠിച്ചു വെച്ചാൽ മതി. 0 ആയിരിക്കും ആൻസർ. 0 ആയിരിക്കും ആൻസർ. മനസ്സിലായോ? 5ാം പദത്തിന്റെ 5 മടങ്ങും 10ാം പദത്തിന്റെ 10 മടങ്ങും തുല്യമാണെങ്കിൽ 5ഉം 10ഓട് കൂട്ടുന്ന 15ാം പദം ചോദിച്ചാൽ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ആൻസർ 0. കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി എന്താ ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യനാ. ഓക്കെ, ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെ 7 മടങ്ങും അതിന്റെ തന്നെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ 18ാം പദം എത്ര? ശ്രദ്ധീര് നേരത്തെ പറഞ്ഞ കാര്യം. 7ാം പദത്തിന്റെ 7 മടങ്ങും 11ാം പദത്തിന്റെ 11 മടങ്ങും എങ്കിൽ 18ാം പദം എത്ര? ഇവിടെ 7ാം പദവും 11ാം പദവും. ഓക്കെ, 7ാം പദവും 11ാം പദവും. അപ്പൊ എന്താ? 7ാം പദവും 11ാം പദത്തോടെ കൂടുമ്പോൾ 18 എന്നല്ലേ കിട്ടുന്നേ. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതും 18ാം പദം എത്ര എന്നാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതും 18ാമത്തെ പദം എത്ര എന്ന്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇങ്ങനെ ഇത്രാം പദത്തിന്റെ ഇത്ര മടങ്ങും ഇത്രാം പദത്തിന്റെ ഇത്ര മടങ്ങും എന്ന് പറഞ്ഞിട്ട് അത് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന പദമാണ് ചോദിക്കുന്നതെങ്കിൽ കാണാതെ പഠിച്ചു വെച്ചാൽ അത് ആൻസർ 0 ആൻസർ 0.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇപ്പോൾ ചെയ്ത് കാണിച്ചില്ലയോ, എ പ്ലസ് ഇവിടെ എന്ത് ചെയ്യണം, എ പ്ലസ് 6D ഇൻറ്റു 7 ഈക്വൽ ടു എ പ്ലസ് 10D ഇൻറ്റു 11 ചെയ്ത് ക്രോസ് ചെയ്യുമ്പോൾ എ പ്ലസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എത്ര, എ പ്ലസ് 17D എന്നായിരിക്കും. എ പ്ലസ് എ ഇസിക്കലും മൈനസ് 17D എന്ന് കിട്ടും. എ പ്ലസ് 17Dക്ക് മൈനസ് 17 പ്ലസ് 17 കൂടുമ്പോൾ 0 ആയി പോകും. ഈ 0 തന്നെ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മനസ്സിലായോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കാണാതെ പഠിച്ചങ്ങ് വെച്ചേച്ചാൽ മതി, 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതും പലർക്കും സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു വേറെ ഈ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാതെ വേറെ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചത്. ഇതെങ്ങനെ വരത്തുള്ളൂ, എന്നിട്ട് നമ്മളിത് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഓക്കെ. രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ 180 ഡിഗ്രി ആകും? ഓക്കെ, രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ 180 ഡിഗ്രി ആകും? ക്വസ്റ്റ്യൻ കണ്ടല്ലോ, വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഞാൻ എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്ന കുട്ടികൾക്കറിയാം, വ്യക്തമായിട്ട് ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഇത് ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓഫ്ലൈനിൽ ഇരുന്നവർക്കറിയാം. ഓക്കെ, നമുക്കിത് അവിടെ നിന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 10 മണിക്കും 1 മണിക്കും ഇടയിൽ 10 മണിക്കും 1 മണിക്കും ഇടയിൽ മണിക്കൂർ മിനിറ്റ് സൂചി 180 ഡിഗ്രിയിൽ വരുന്നത്. ഈ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എതിർദിശ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എതിർദിശ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കാണാതെ പഠിക്കാൻ ഞാൻ 1-2 കാര്യം പറഞ്ഞുതരാം. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എതിർദിശയിൽ എത്ര പ്രാവശ്യം വരും എന്ന് ചോദിച്ചാൽ, എതിർദിശയിൽ വരുന്നത് എത്ര പ്രാവശ്യം എന്ന് ചോദിച്ചാൽ 22 പ്രാവശ്യമായിരിക്കും ഒരു ദിവസം വരുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും ഒരു ദിവസം എതിർദിശയിൽ വരുന്നത് 22 പ്രാവശ്യമാണ്. 12 മണിക്കൂറിൽ ചോദിച്ചാൽ അത് 11 പ്രാവശ്യമാണ്. 12 മണിക്കൂർ ചോദിച്ചാൽ അത് 11 പ്രാവശ്യം. ഈ എതിർദിശയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പ്രകാരം 180 ഡിഗ്രി. എതിർദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം നമുക്ക് നോക്കാം. വേണ്ട ഓക്കെ, ഇത് കാണുന്നത് ഓക്കെ. എതിർദിശ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട 2 സൂചികൾ ഇങ്ങനെ എതിരെ വരും. ഇപ്പോൾ ഈ എതിർദിശ, ഇപ്പോൾ ഉദാഹരണം ഇതൊരു സൂചി വേറെ സൂചിയാണെന്ന് വിചാരിച്ചോ ആണെങ്കിൽ ഇതാണ്ട് ഈ 2 സൂചികളും കൂടെ എതിർദിശയിൽ ഇങ്ങനെ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. ഇപ്പോൾ ഇതൊരു സൂചി, ഇതൊരു സൂചി ഇനി എതിർദിശ വരും. ഇനിയാണെന്ന് പറയുന്നത് ഈ എതിർദിശയിൽ വരുന്നത്. ഇതിനാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിയോ, ഉദാഹരണം അതെ, ഇത് രണ്ടും എതിർദിശയാണ്. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, ഇതിനാണ് അവർ ഉദ്ദേശിക്കുന്നത് എതിർദിശ അല്ലെങ്കിൽ 180 ഡിഗ്രി എന്ന് പറയുന്നത്. അത് ഒരു ദിവസം എത്ര പ്രാവശ്യം വരും എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം എത്ര പ്രാവശ്യം വരും എന്ന് ചോദിച്ചാൽ 22 പ്രാവശ്യം വരും. ഇനി എന്താണ് ഇതിനകത്ത് 1-2 പോയിന്റ്സുകൾ ഞാൻ പറയാം. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 10 മണിക്കും 11 മണിക്കും ഇടയിൽ 10 മണിക്കും ഇവിടെ ചോദിച്ചാൽ 10 മണി മുതൽ 1 മണി വരെ എന്നാ പറയുന്നത്. രാവിലെ 10 മണി ഉച്ചയ്ക്ക് 1 മണി വരെ. ഈ 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഒരു പ്രാവശ്യം വരും. 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഒരു പ്രാവശ്യം വരും. 11 മണിക്കും 12 മണിക്കും ഇടയിലും ഒരു പ്രാവശ്യം വരും. അതെങ്ങനെ വരുന്നതിനൊക്കെ ഉള്ളത് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കത് പിന്നീട് ഒരിക്കൽ വിശദമായിട്ട് ക്ലോക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ പറയാം. ഓക്കെ, ഓഫ്ലൈനിൽ ഇരുന്നവർക്കൊക്കെ അത് കറക്റ്റായിട്ട് അറിയാം. ഓക്കെ, ഇനി 1 മണിക്കും 2 മണി 12 മണിക്കും 1 മണിക്കും ഇടയിലും ഒരു പ്രാവശ്യം വരും. ഓക്കെ ആണോ? 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഒരു പ്രാവശ്യം വരും. 11 മണിക്കും 12 മണിക്കും ഇടയിൽ ഒരു പ്രാവശ്യം വരും. 12 മണിക്കും 1 മണിക്കും ഇടയിലും ഒരു പ്രാവശ്യം വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ മൊത്തം എത്ര പ്രാവശ്യമായി? 3 പ്രാവശ്യം. 1, 2, 3. ആൻസർ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ 3 ആണ്. ഇനി ഇതിനകത്ത് തെറ്റാനൊരു സാധ്യതയുണ്ട്. തെറ്റാം. ക്വസ്റ്റ്യൻ ചോദിച്ച രീതിക്കകത്ത് 180 ഡിഗ്രി അല്ല, തിരിച്ച് എതിർദിശ ഒന്നിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഒരു തെറ്റാനുള്ള ഒരു കാരണമുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന 1 മണി എന്ന് പറയുന്നതിന് പകരം ഒരു 4 മണി മുതൽ 7 മണി വരെ 4 മണി മുതൽ 7 മണി വരെ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഈ 4 മണിക്ക് 5 മണിക്ക് ഇടയിൽ എതിർദിശ ഒരു പ്രാവശ്യം വരും. 4 മണിക്ക് 5 മണിക്ക് എതിർദിശ ഒരു പ്രാവശ്യം വരും. ഇത് ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പോയിന്റ്. 5 മണിക്കും 6 മണിക്കും ഇടയിൽ ഇത് എതിർദിശയിൽ വരുത്തില്ല. 5 മണിക്കും 6 മണിക്കും ഇടയിൽ ഇത് എതിർദിശയിൽ 180 ഡിഗ്രി വരുത്തില്ല. അതേപോലെ 6 മണിക്കും 7 മണിക്കും ഇടയിലും എതിർദിശയിൽ വരുത്തില്ല, 180 ഡിഗ്രി വരുത്തില്ല. മനസ്സിലായോ? എത്രയൊക്കെ? 5-നും 6-നും ഇടയിൽ, 6-നും 7-നും ഇടയിൽ വരുത്തില്ല.
പകരം പക്ഷേ കൃത്യം 6 മണിക്ക് അത് വരും. കൃത്യം 6 മണിക്ക് വരും. മനസ്സിലായോ? 5-നും 6-നും ഇടയ്ക്ക് വരത്തില്ല, 6-നും 7-നും ഇടയ്ക്കും വരത്തില്ല. പകരം 6 മണി എന്ന് പറയുന്ന സമയത്ത് അത് വരും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മളോട് ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിലോ, 4 മണി മുതൽ 7 മണി വരെ എന്നവർ പറഞ്ഞെങ്കിലോ, 4 മണിക്ക് 5 മണിക്ക് ഇടയിൽ ഒരു വട്ടം വരും, 5 മണിക്ക് 6 മണിക്ക് ഇടയിൽ ഇല്ല, 6 മണിക്ക് 7 മണിക്ക് ഇടയിൽ ഇല്ല, പകരം 6 മണിക്ക് വരും. അപ്പോൾ 1 2 ഉള്ളൂ ഇവിടുത്തെ ആൻസർ. ചോദിച്ച സമയം ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഏതിൻ്റെ കേസാ? ഈ എതിർദിശയുടെ കേസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എതിർദിശയെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്നിക്കുന്നതിനെ കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഒന്നിക്കുന്നു. ഓക്കെ, ഒന്നിക്കുന്ന കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നിക്കുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കോയിൻസൈഡ് ചെയ്യുന്നു പറയും, അല്ലെങ്കിൽ 0 ഡിഗ്രിയിൽ വരുന്നു. 0 ഡിഗ്രിയിൽ വരുന്നു. ഓക്കെ, 0 ഡിഗ്രി വരുന്നു അല്ലെങ്കിൽ ഒന്നിക്കുന്നു. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എത്ര പ്രാവശ്യം ഒന്നിക്കും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ 22 പ്രാവശ്യം. അതിൻ്റെ ആൻസർ എത്രയാണ്? 22 പ്രാവശ്യം. ഒന്നിക്കുന്നത് എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ 22 പ്രാവശ്യം. ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ ഒന്നിക്കുന്ന കേസാണ് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചോ, ഈ 10 മണി മുതൽ 1 മണി വരെയുള്ള കേസാണെന്ന് വിചാരിച്ചോ. 10 മണി മുതൽ 1 മണി വരെ ഒന്നിക്കുന്ന കേസ് അല്ലെങ്കിൽ 0 ഡിഗ്രി എന്നുള്ള കേസാണ്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ 3 ആണ്. ഒന്നിക്കുന്ന പറഞ്ഞാൽ 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഒരു പ്രാവശ്യം ഒന്നിക്കും, 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഒരു പ്രാവശ്യം ഒന്നിക്കും, 11 മണിക്കും 12 മണിക്കും ഇടയിൽ ഒന്നിക്കത്തില്ല. മനസ്സിലായോ? 12 മണിക്ക് 1 മണിക്ക് ഇടയിലും ഒന്നിക്കത്തില്ല. 10 മണിക്കും 11 മണിക്കും ഇടയിലില്ല, 11 മണിക്കും 12 മണിക്കും ഇടയിലില്ല. ശ്രദ്ധിച്ചോണം. ഓക്കെ, പക്ഷേ 12 മണിക്ക് ഒന്നിക്കും. ഇവിടെ ഉള്ളില്ലാത്ത. ഇങ്ങനെ ചോദിച്ചാൽ ഇവിടുത്തെ ആൻസർ 90 180 ഡിഗ്രിക്ക് പകരം 0 ഡിഗ്രി എന്നാണ്, അല്ലെങ്കിൽ ഒന്നിക്കുന്നു എന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ 0 ഡിഗ്രി എന്നാണ് ചോദിച്ചത് എങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആൻസർ 1 + 1 = 2 ആയിരിക്കും ആൻസർ വരുന്നത്. 1 + 1 2 ആൻസർ. മനസ്സിലായോ? ഓക്കെ ആണോ? ഇവിടുത്തെ ആൻസർ 2 വരത്തുള്ളൂ. ഇവിടെ അവർ ചോദിച്ചേക്കുന്നത് 180 ആയിട്ട് ഒന്ന് സേഫാ, ഒന്നുമില്ല, എണ്ണയും എടുത്തേച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. ഇനി ഇതിനകത്ത് ഒരു ചോദ്യം കൂടെ 2 ചോദ്യം ഇതിനകത്ത് ചോദിക്കാം. നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞ സ്ഥിതിക്ക് 2 കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ് നമ്മൾ വേറെ എടുക്കാം. നമുക്ക് വേറെ എടുത്തുതരാം. ഇതൊന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഈ 0 ഡിഗ്രിക്ക് പകരം ഇവിടെ 180 ഡിഗ്രി 0 ഡിഗ്രി. ഇനി ഇത് 90 ഡിഗ്രി വരുന്ന കാര്യം ചോദിക്കും. 90 ഡിഗ്രി ലംബമാകുന്നു എന്നൊക്കെ പറയും. ലംബം 90 ഡിഗ്രി 9 അല്ല 90 ഡിഗ്രി ലംബമാകുന്നു എന്നൊക്കെ പറയും. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എത്ര പ്രാവശ്യം ലംബമാകുന്നു എന്ന് ചോദിച്ചാൽ 44 പ്രാവശ്യമായിരിക്കും ലംബമാകുന്നത്. എത്ര പ്രാവശ്യം ലംബമാകുന്നു? 44 പ്രാവശ്യം. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി ഒരു ദിവസം എത്ര പ്രാവശ്യം ലംബമാകുന്നു വെച്ചാൽ 44 പ്രാവശ്യം. കാണാതെ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എത്ര പ്രാവശ്യം നേർരേഖയിൽ വരും? സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖ വരും. നേർരേഖ വരുന്നതും 44 പ്രാവശ്യം. നേർരേഖ വരുന്നത് 44 പ്രാവശ്യം. ക്ലിയർ ആവുന്നുണ്ടോ? 44 പ്രാവശ്യം. അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിനകത്ത് വിശദമായിട്ട് വരച്ച് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഇരുന്ന പിള്ളേർക്കറിയാം. അതിൽ 1-2 പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, കറക്റ്റായി എന്ന് പറഞ്ഞു. 1-2 പേര് എന്നോട് പറഞ്ഞു, സാർ ഞാൻ പറഞ്ഞ അങ്ങോട്ട് സാറ് പറഞ്ഞ കറക്റ്റായിരുന്നു, പക്ഷേ സംഭവം തിരിഞ്ഞു പോകാനൊന്നും ഇല്ലായിരുന്നു, ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ, ഇതൊക്കെ വളരെ സിമ്പിളല്ലേ, നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ലേ, ശ്രദ്ധിക്കണ്ടേ. ഓക്കെ, നമ്മൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യങ്ങൾ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത പലർക്കും സംശയം, ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഒറ്റയാൻ ഏത്? ഈ തന്നിരിക്കുന്നത് ഒറ്റയാൻ, ഓട് 1. ഓക്കെ, 875, 979, 1089, 1067 ഇതാണ്. ഇതിനകത്ത് ഒറ്റയാൻ ഏത്? ഈ ക്വസ്റ്റ്യന് ഒരു ഡിലീഷനാണ് സാധ്യത. 2 കാരണങ്ങളുണ്ട്. ഇത് ഡിലീഷനാണുള്ള 2 ആൻസർ, 2 ആംഗിളിൽ ചിന്തിച്ചാൽ 2 ആൻസർ ഇതിനകത്ത് കിട്ടും. നമുക്ക് നോക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ഇത്
ഇതിൽ ഒരു സംഖ്യ ഒഴിച്ചുള്ള ബാക്കി 3 സംഖ്യയും 11ന്റെ ഗുണിതമാണ്. ഒരു സംഖ്യ ഒഴിച്ചുള്ള ബാക്കി 3 സംഖ്യയും 11ന്റെ ഗുണിതമാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം 11ന്റെ ഗുണിതം. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു സംഖ്യ 11ന്റെ ഗുണിതമാണ് എങ്കിൽ ആവണമെന്നുണ്ട് എങ്കിൽ ഉള്ള കണ്ടീഷൻ, ഒരു സംഖ്യ 11ന്റെ ഗുണിതമാകണമെന്നുള്ള കണ്ടീഷൻ ഒന്നിടവിട്ട് വരുന്ന സംഖ്യകളെല്ലാം അവിടെ കൂട്ടണം. ഒന്നിടവിട്ട് വരുന്ന സംഖ്യകളെല്ലാം അവിടെ കൂട്ടണം. ആദ്യം ഒന്നിടവിട്ട സംഖ്യ അത് കൂട്ടണം, അടുത്ത രണ്ടാമത് ഒന്നിടവിട്ട് വരുന്ന സംഖ്യ കൂട്ടണം, എന്നിട്ട് ഈ കൂട്ടിക്കിട്ടുന്ന സംഖ്യകൾ തമ്മിൽ കുറയ്ക്കണം. കൂട്ടിക്കിട്ടുന്ന സംഖ്യകൾ തമ്മിൽ കുറയ്ക്കണം. അപ്പോൾ കിട്ടുന്ന ഉത്തരം ഒന്നുകിൽ 11 ആയിരിക്കണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഒന്നീ 11 11ന്റെ ഗുണിതമായിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. എങ്കിൽ ആ സംഖ്യ എന്ന് പറയുന്നത് ഒരു 11ന്റെ ഗുണിതമാണ്. ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതാണ് ഫസ്റ്റ് സംഖ്യ. ഓക്കെ, 8 7 5. ഒന്നിടവിട്ട സംഖ്യ എന്ന് വെച്ചാൽ ഈ രണ്ട്, ഈ ഒരു സംഖ്യ വിട്ട് അടുത്തത്, ഇത് തമ്മിൽ ആദ്യം കൊണ്ട് കൂട്ടാം. 8ഉം 5 കൂടെ കൂട്ടി, 8 5 കൂടെ കൂടുമ്പോൾ 13. ഇനി അടുത്ത ഒരു സംഖ്യ ഉള്ളൂ, 2 ഉണ്ടാക്കി ഇപ്പുറത്തൂടെ കൂട്ടേണ്ടി വരും, 4 ഉള്ളൂ. അപ്പോൾ എത്ര കിട്ടി? 7 എന്നും കിട്ടി. 7. ഈ 8 5 കൂടെ കൂട്ടി 7, നടുക്കലത്തെ സംഖ്യ 1 ഉള്ളതുകൊണ്ട് അത് മാത്രം എടുക്കുക. എന്നിട്ട് എന്താണ്? ഈ 13ൽ നിന്ന് 7 കുറയ്ക്കണം. 13ൽ നിന്ന് 7 കുറയ്ക്കണം. 13ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ 6 എന്ന് കിട്ടും. 6. ഈ 6 എന്ന് പറയുന്നത് 0വുമല്ല 11ന്റെ ഗുണിതവുമല്ല. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു 11ന്റെ ഗുണിതമല്ല. ഇനി അടുത്ത ഓപ്ഷൻ ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, 9 7 9. ഒന്നിടവിട്ട സംഖ്യ ഏതൊക്കെയാ? 9ഉം 9ഉം കൂട്ടുക. 9 9 കൂട്ടി, 9 + 9 എന്ന് വെച്ചാൽ 18. ഇനി അടുത്ത ഇവിടെ ഒരു സംഖ്യ ഉണ്ടാക്കി അത് നമ്മൾ കൂട്ടേണ്ടതുകൊണ്ട് 1 ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചാൽ മതി. 18 - 7 = 11. ഈ 11 കിട്ടി. ഈ 11 11ന്റെ ഗുണിതമാണ്. 11 11ന്റെ ഗുണിതമാണല്ലോ. അപ്പോൾ അതൊരു 11ന്റെ ഗുണിതമാണ്. ഓക്കെ, അപ്പോൾ ഈ സംഖ്യ 11ന്റെ ഗുണിതമാണ്. ഓക്കെയാണ്. ഇനി നോക്കിയേ, അടുത്തത് 1089. ഇനി എന്ത് ചെയ്യാം? ഒന്നിടവിട്ട സംഖ്യ ഇത് തമ്മിൽ കൂട്ടുക. ഒന്നിടവിട്ട സംഖ്യ അപ്പോൾ എത്ര? 1ഉം 8 കൂടെ കൂട്ടി എത്ര കിട്ടി? 9. അടുത്ത ഒന്നിടവിട്ട സംഖ്യ 0 9. 0 9 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 9 കിട്ടി. ഈ കൂട്ടി കിട്ടിയ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. 9ൽ നിന്ന് 9 കുറച്ച് എത്ര കിട്ടി? 0. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ 11 11ന്റെ ഗുണിതമോ അല്ലെ 0 ആണെങ്കിൽ അത് 11ന്റെ ഗുണിതമാണ്. ഇതും 11ന്റെ ഗുണിതമാണ്. ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. 10 67. ഇത് തമ്മിൽ കൂട്ടുക. 1 2 1 2 1ഉം 6 കൂടെ കൂട്ടി 7. അടുത്ത 0 7 കൂടെ കൂട്ടി 7. കൂട്ടി കിട്ടിയ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 7 - 7 സമയത്ത് കിട്ടിയടോ 0. ഇതും 0ആണ്. ഇതും 0ആണ്. 0 11 11ന്റെ ഗുണിതമാണെങ്കിൽ അതെല്ലാം 11ന്റെ ഗുണിതം. അപ്പോൾ ഇതും 11ന്റെ ഗുണിതമാണ്, ഇതും 11ന്റെ ഗുണിതമാണ്. ഇത് മാത്രം 11ന്റെ ഗുണിതമല്ല. 3 എണ്ണത്തിൽ 1 മാത്രം 11ന്റെ ഗുണിതമല്ല. അതൊന്നാമത്തെ കണ്ടീഷൻ. ഇങ്ങനെ ഒരു രീതി വേണേൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ എ ഓപ്ഷനായ ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇത് ഡിലീഷൻ ആവാനുള്ള സാധ്യത ഇത് മറ്റൊരു കണ്ടീഷൻസ് കൂടെ കിടപ്പുണ്ട്. ഈ കിടക്കുന്ന 1089 എന്ന് പറയുന്ന സംഖ്യ 33ന്റെ സ്ക്വയറാണ്. 33ന്റെ സ്ക്വയർ 33 × 33 1089 ആണ്. ഈ തന്നേക്കുന്നതിൽ ഈ ഒരു ഒറ്റ ഓപ്ഷൻ ഒഴിച്ച് ബാക്കി ഒന്നും സ്ക്വയർ അല്ല. 1089 മാത്രമേ സ്ക്വയർ ഉള്ളൂ, ബാക്കി ഒന്നും സ്ക്വയർ അല്ല. അങ്ങനെ വന്നാൽ ഈ ആൻസറും നമുക്ക് പറയാം, ആൻസർ ആണെന്ന് പറയാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ 2 ആൻസറിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീഷനാണ് സാധ്യത. ഇത് പലരും ചോദിച്ചു, ഇത് ഇങ്ങനെയല്ലയോ എന്ന് എനിക്ക് ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻസോടെ നമ്മൾ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളായിരുന്നു. അതിനകത്ത് അത്യാവശ്യം കൺഫ്യൂഷനായിട്ട് ഉണ്ടാവാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ അടുത്ത വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഉബൈദ് സൈനിങ് ഔട്ട്.